ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നേരെ പുറത്തിറങ്ങിയാണ്. കുറച്ച് സാധനങ്ങൾ ഏതായാലും വാങ്ങാണ്ട്. അപ്പോൾ കടപ്പുറത്തേക്ക് മേഡത്തിനായിട്ട് കടപ്പുറം ഒന്ന് പോകേണ്ടിയിരുന്നു. അതൊന്ന് പോയി. അപ്പം കുറച്ച് വെയിലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറച്ച് നേരം കൊണ്ടു. പിന്നെ കടലിൽ ഇറങ്ങണോ എന്നുള്ള ലക്ഷ്യം. കാരണം കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ മണലാവും. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് നേരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട, അതും വാങ്ങണം. വരെ നേരെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിന് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഓർക്കാ പോണെന്ന് വെച്ചാല് രാവിലെ കുറച്ച് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. ഇന്നലെ എന്നെ ഏൽപ്പിച്ചാണ് സാധനം വാങ്ങാന്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ഏതായാലും ഡ്യൂട്ടി ഉണ്ട്. ഇന്നലെ രാത്രി വ്യാഴാഴ്ച രാത്രി ഈ ഹൈപ്പർ പാണ്ട അങ്ങനത്തെ ഈ ഷോപ്പിംഗ് സെന്റർ കാര്യങ്ങള് അവരോടത്ത് ഭയങ്കര തിരക്കുക. വണ്ടി പോയി വർക്ക് ചെയ്യാൻ കഴിയില്ല. ആ തിരക്കിന്റെ ഇടയിൽ പോയി സാധനം വാങ്ങി നമുക്ക് ആ കറക്റ്റ് അത് കിട്ടൂല, സെറ്റപ്പ് കിട്ടൂല. വേഗം വാങ്ങി വരാൻ കഴിയില്ല. അവിടെ പോയി ഇങ്ങനെ മുട്ടായിട്ട് ഇരിക്കേണ്ടി വരും. ക്യാഷ്യർ ഭയങ്കര തിരക്കിക്കാറ്. അപ്പൊ അതൊക്കെ പ്രമാണിച്ച് ഞാൻ എന്താ വെച്ചാല് നേരെ വിടാനുള്ള തീരുമാനത്തിലാണ്. ഹൈപ്പർ പാണ്ട. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാ മുത്തുമണീസും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക ഇഷ്ടപ്പെട്ടാലേ. അപ്പോൾ നമുക്ക് ആകെ ഒരു വെള്ളിയാഴ്ച ഒരു ലീവ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറേ സാധനം വാങ്ങലും കാര്യങ്ങളൊക്കെ കഴിക്കാരം. അത് ലീവ് എന്ന് പറയാൻ പറ്റില്ല. അതിന് ഈ സിഗ്നലിന് അടുത്ത ഭാഗത്തേക്ക് പോയാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സൂപ്പർ മാർക്കറ്റ് എത്തും, ഹൈപ്പർ മാർക്കറ്റ്. ഇത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോയാൽ അവിടെ ഉണ്ട് ഒരു പാണ്ടോ ടീ എന്ന് പറയും, ചെറിയൊരു പാണ്ട. ഇത് കഴിഞ്ഞ് പാണ്ട കഴിഞ്ഞ് നേരെ മാനുവലും പോകണം. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ആക്കുക. ആ പാണ്ടനെ നേരെ പുറത്തെത്തിയ സമയത്ത് തന്നെ നമുക്കൊരു അറബിയ ടീ തീറ്റങ്ങോട്ട് ഉന്തി നേരെ പോയാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വാങ്ങിയിട്ട് പരിപാടി വെച്ച് വേറെ റൂമിലേക്ക് പോകണം. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ അധികം സാധനങ്ങൾ വാങ്ങാണ്ട്. ശമ്പളം 1-ാം തീയതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരക്കെ കുറച്ച് സാധനം വാങ്ങലും അങ്ങനെ ഒരു 4-5 ദിവസം അങ്ങനെ തന്നെ കഴിക്കാറ്. കുറേ സ്ഥലത്ത് അവിടെ പോയി വാങ്ങുക, ഇവിടെ പോയി വാങ്ങുക. പൈസ തീരോടും തേണ്ടില്ല. കുറച്ച് വെജിറ്റബിൾ വാങ്ങാണ്ട്. അപ്പോൾ നേരെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് സെക്ഷനൊക്കെ വന്നാണ് അത് വാങ്ങുക. അടുത്ത കുറച്ച് ചുപ്പിന് കാര്യങ്ങളൊക്കെയാണ് വാങ്ങുന്നത്. അതൊക്കെ വാങ്ങുക, വിടുക. നമ്മൾ വാങ്ങിയ ഏകദേശം സാധനങ്ങളൊക്കെ താഴെ കേട്ടോ. ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുക. നേരെ പോയി രാവിലെ ആയിക്കഴിഞ്ഞാൽ ബില്ലിംഗ് സെക്ഷനിൽ വലിയ ആൾ കുറവായി കാരണം അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പുറത്തിറങ്ങി വണ്ടി കൊണ്ടേക്കണം. നമുക്ക് നേരെ പോകാം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങി. ഇനി എന്താ വെച്ചാലേ ഇനി അടുത്ത സൂപ്പർ മാർക്കറ്റ് പോകണം, ഹൈപ്പർ മാർക്കറ്റ് പോകണം. അവിടുന്ന് സാധനം വാങ്ങിയിട്ട് വീണ്ടും റൂമിൽ പോവാം. ഇതൊക്കെയാണ് പരിപാടി. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയാലും വണ്ടിയിലെത്തി. പിന്നെ അടുത്തൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. ഒരു 3-4 ഐറ്റം അതും കൂടി വാങ്ങിയിട്ട് നേരെ റൂമിൽ വിടാം. രാവിലെ ആകുമ്പോൾ എന്താ വെച്ചാൽ തീരെ തിരക്കുണ്ടാവില്ല. നമുക്ക് അടിച്ച് പൊളിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് റൂമിൽ പോവാം. പക്ഷെ എന്താ വിഷയം എന്താ വെച്ചാൽ ഉറക്കം മിസ്സാവും. നമുക്ക് ലീവുള്ള ദിവസമാണ്. രാത്രി വാങ്ങി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്ര വലിയ ഉറക്കമൊന്നുമില്ല ഇപ്പൊ പഴയ പോലെ. ചില ദിവസങ്ങളിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്, നല്ല വൈബീകരം. ചൂടാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഉറങ്ങണം. മറ്റേ AC ഇട്ടിട്ട് നല്ല തണുത്ത് ഇങ്ങനെ ഉറങ്ങണം. അപ്പൊ ഒരു വൈബാണ്. എന്താ വെച്ചാൽ എന്നെ നമ്മളാ കറക്റ്റ് സമയത്ത് 5:30 നീക്കുമ്പോ 10-15 മിനിറ്റ് 5:45 ആകുമ്പോൾ വെള്ളിയാഴ്ച നിൽക്കും. പിന്നെ 6:30 ആകുമ്പോൾ ഡ്യൂട്ടിന്റെ കഴിഞ്ഞ് വരുമ്പോത്തിന് നമ്മളെ പരിപാടികളൊന്നും കഴിഞ്ഞ് വരുമ്പോത്തിന് ഇന്നെ ഉറപ്പൊന്നും നടക്കൂല. എന്താ വെച്ചാൽ എല്ലാം പോവാ അങ്ങനെയാണ് പോവാ കൂടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ മാനുവലിലേക്ക് വന്ന അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. ഇവിടെ പാർക്ക് ചെയ്ത് നേരെ മേലെ പോവുക, സാധനങ്ങൾ വാങ്ങുക എന്നൊക്കെ വിചാരിച്ചു. അപ്പം വീഡിയോ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകണില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.